അഹങ്കാരിക്ക് ദൈവഭയമില്ല, അഹങ്കാരി അനുദപിക്കില്ല, അവന് കുമ്പസാരിക്കാൻ പറ്റില്ല. കാരണം കുമ്പസാരം എന്ന് പറയുന്നത് എളിമപ്പെടുന്ന കൂദാശ അല്ലെ. കുമ്പസാരം എന്ന് പറഞ്ഞാൽ എളിമപ്പെടുന്ന, മുട്ടുകുത്തി എളിമപ്പെട്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് ഏറ്റുപറയുന്നതാണല്ലോ കുമ്പസാരം. എനിക്ക് തെറ്റുപറ്റി, എനിക്കും തെറ്റുപറ്റാം, നമുക്കൊക്കെ തെറ്റുപറ്റാം. പൗലോസ്ലീഹ പറഞ്ഞത് ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. പൗലോസ്ലീഹ പറഞ്ഞത് ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. യെശയ്യാ പറഞ്ഞത് കർത്താവേ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണെന്നാണ്. എനിക്ക് തെറ്റുപറ്റില്ല എന്നുള്ള ചിന്ത അഹങ്കാരത്തിന്റെ ചിന്തയാണ്. ഞാൻ എല്ലാം തികഞ്ഞവൻ, എനിക്ക് തെറ്റുപറ്റില്ല, അതുകൊണ്ട് എന്നെ ആരും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, എനിക്കറിയാം എങ്ങനെ പോകണമെന്ന്, എന്നെ നന്നാക്കാൻ നോക്കണ്ട. ഇതൊക്കെ അഹങ്കാരത്തിന്റെ ചിന്തയാണ്. അടികിട്ടാതിരിക്കില്ല. അവൻ അഹങ്കരിച്ച് തീരുന്നതിന് മുമ്പേ അടികിട്ടുന്ന പറഞ്ഞ നിങ്ങൾ നോക്കിക്കോ. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ദൈവിക സംരക്ഷണം കിട്ടാൻ. അല്ലെങ്കിൽ അവർ പോകുന്ന വഴികൾ, അഹങ്കാരി പോകുന്ന വഴി അപകടത്തിന്റെ വഴിയാണ്, അവന് ചിട്ട കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക്, ജീവിത പങ്കാളിക്കൊക്കെ വേണ്ടി നിരന്തരം കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.